തൂ ചീസ് ബഡി ഹെ മസ്ത് മസ്ത് അതിൽ അക്ഷയകുമാറിനെ പോലെയാണ് എനിക്ക് എന്നെ കണ്ടിട്ട് ഇപ്പോൾ തോന്നണത് കേട്ടോ. ഒരു പ്രത്യേക തരം വേഷത്തിലാണ്, നല്ല കൂൾ വേഷമാണ്. ഇന്നൊരു പ്രത്യേക തരം വേഷത്തിലാണ്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം ദിസ് ലേഡി എന്നെ കൊണ്ട് ഇടിപ്പിച്ച വേഷം. നല്ല രസം. ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഞാൻ ഐശ്വൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ആംസ്റ്റർഡാം വഴി എന്നുള്ളത് നല്ല സമ്മർ ചിൽ വേഷത്തിലാണ് എല്ലാവരും നടക്കണം. അപ്പം ഞാൻ ഐശ്വനോട് പറഞ്ഞു ഭാഗത്ത് കൂടെ എനിക്ക് മനസ്സിലാവും. ആംസ്റ്റർഡാം സെൻട്രലിന്റെ ഇവിടുന്ന് നന്നായില്ലേ കയറിപ്പോയി. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനും ഐഷു ഇപ്പോൾ ഉള്ളത് ട്രെയിനിലാണ്. ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരു ഷോപ്പിംഗ് വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരേ സമയത്ത് രണ്ട് ചാനലിലും പണ്ട് കാലം മുതൽ ചെയ്യണ പോലെ പോസ്റ്റ് ചെയ്യല്ലേ. നമ്മുടെ പണ്ടൊരു ഹിറ്റായ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഷോപ്പിംഗ് വ്ളോഗ്. ഞാൻ കുറെ ആക്ച്വലി ഇപ്പം ഓൺലൈൻ ഷോപ്പിംഗ് മാറി, ബ്ലോഗിംഗ് പർപ്പസിന് പോണത് കുറവാണ്, പെട്ടെന്ന് പോയിട്ട് വരിക അങ്ങനെ ഞാൻ പോകാറ്. അപ്പം ഞങ്ങൾ മൈൻഡ്ഫുള്ളി ചെയ്യണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പം നമുക്ക് സെൻട്രം പോവാം, ആംസ്റ്റർഡാം സെൻട്രം പോവാം, കുറേ കടകളിൽ കയറി ഇറങ്ങാം, ഷോപ്പ് ചെയ്ത സാധനങ്ങൾ കാണാം, ഫുഡ് കഴിക്കാം, എന്നിട്ട് ഞാൻ പത്രക്ക് തന്നെ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെൽക്കം ടു ടിയാമോ വ്ളോഗ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാത്തൊരു സാധനം നെതർലൻഡ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഈ ജംപ് സൂട്ടിന്റെ കൂടെ ഒരു ചപ്പൽസ് ആണ് ഉള്ളത്. ചപ്പൽ അപ്പൊ ഇന്ന് നമുക്ക് വാങ്ങാം. അഫ്കോഴ്സ് വാങ്ങിച്ചു തരും. അതിനിപ്പോ എന്താണ്, നമ്മള് സ്കിപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയില്ല, കാരണം ഐഷു വർത്താനം പറഞ്ഞിരുന്ന സമയമൊക്കെ വേസ്റ്റ് ചെയ്തു. ഡ്രസ്സ് കാണിച്ചു, വർത്താനം പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷനൊക്കെ കഴിഞ്ഞു പോയി വേറെ ഏത് സ്റ്റേഷനിലേക്ക് പോവാണ്. ഭാഗ്യം കൊണ്ടേ ഞങ്ങൾ ഇരുന്ന ട്രെയിൻ ആംസ്റ്റർഡാം സെൻട്രലിലേക്കുള്ള ട്രെയിനായിരുന്നു. പക്ഷെ ഞങ്ങളൊരു ഷോർട്ട് കട്ട് മനസ്സ് കരുതിയിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് കട്ടാണ് മിസ്സായത്. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും ഇവിടെ എത്തി. ഇനി നേരെ സ്വൈപ്പ് ഔട്ട് ചെയ്ത് ഞങ്ങൾ ആംസ്റ്റർഡാം എത്തി. ഫൈനലി ട്രെയിനിൽ സമയത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വക്കത്ത് ഇങ്ങനെ നിൽക്കണ. പേടിയാവുണ്ട്. ബാക്കിൽ എന്തടുത്തു കൂടിയാണ് നമ്മുടെ ട്രാം പോയിക്കൊണ്ടിരിക്കണത്. നോക്കൂ ദൈവമേ. ഇവിടെ ഒരു കായലിന്റെ തീരത്ത് വായി പൊളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നല്ല ബെജറായതുകൊണ്ട് എല്ലാ ആൾക്കാരും പുറത്താണ്. ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു നീണ്ടൊരു ക്യൂ കാണിച്ചു. ഈ സൂര്യപ്രകാശം നമ്മുടെ ലൈഫിൽ പ്ലേ ചെയ്യുന്ന റോളേ സൂര്യപ്രകാശം. അപ്പൊ സൺലൈറ്റും ചുറ്റും നല്ല കളർഫുള്ളും നല്ല രസമുണ്ട്. അപ്പൊ ഞങ്ങള് റൂഫ് ടോപ്പിൽ കുറച്ച് ഓഡ് ഡ്രസ്സിംഗ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ബ്ലെൻഡിനായി, ഞങ്ങൾ ബാച്ചായി. ഞാനൊരു ഡെനിം ഇട്ടതുകൊണ്ട് കുറച്ച് രസമുണ്ട്. നേരത്തെ രസമായിരുന്നു, ഐശ്വര്യ വെറുതെ തോന്നാം. ഞങ്ങൾ ആംസ്റ്റർഡാം സെൻറ്റർ എത്തിയപ്പോൾ ഏകദേശം 4:30 മണിയായി. 7 മണി വരെ കടകളുള്ളൂ. കണ്ടില്ലേ സെൻറ്ററത്തെ വൈബ്, നല്ല തിരക്കുണ്ടായിരുന്നു. ടൂറിസം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പം ഞാനും ഐഷും ഞങ്ങൾക്ക് നന്നായി വിശക്കുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫാൻ സ്റ്റേപ്പിൾ വേൾഡ്സ് ബെസ്റ്റ് കുക്കി കഴിച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഞങ്ങളിതേ ഫാൻ സ്റ്റേപ്പിൾ കുക്കിയുടെ ഔട്ട്ലെറ്റിന് മുന്നിൽ കുറച്ച് നേരം ക്യൂ നിന്നു. ക്യൂ നല്ലോണം ഉണ്ടായിരുന്നെങ്കിലും നല്ല ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു. ഉള്ളിൽ കയറിയത് ഉള്ളത്തെ സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രസമാണ്. ഇതിന് മുന്നേ ഞാനും ഐഷു ഇതേപോലെ കുക്കീന് വേണ്ടിയിട്ട് ഏതൊരു വ്ളോഗിൽ ഇങ്ങനെ ക്യൂ ഒക്കെ നിന്നു. പക്ഷേ കഷ്ടകാലം തൊട്ട് ഉള്ളിൽ കയറുന്നതിന് മുമ്പ് അവർ വന്ന് പറഞ്ഞ് കുക്കി തീർന്നു. അപ്പോൾ അത്ര ഡിമാൻഡുള്ള കുക്കിയാണ് കേട്ടോ. ഒരു കുക്കിക്ക് 3 യൂറോയും 6 കുക്കിയുടെ പാക്കിന് 15 യൂറോയും. അപ്പോൾ ഞങ്ങൾ 6 കുക്കിയുടെ പാക്ക് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇതെന്ത് സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഹൈപ്പ് വരാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ കുക്കി കാണാൻ സാധാരണ കുക്കി പോലെ തോന്നിയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി ഫില്ലിംഗ് ഉണ്ട്. ഇതിപ്പോൾ എല്ലാ കൈയും കംപ്ലീറ്റ് ഫുള്ളായിട്ട് എങ്ങനെ പൊട്ടിക്കുക, ഇതിൽ പൊട്ടിച്ച് കാണിച്ചു തരാം. കടിച്ചാൽ മതി. ഇത് കണ്ടോ, ക്രീമി സെൻറ്റർ, നല്ല ചൂട്, നല്ല ഫ്രഷ്. ഒരു ചോക്ലേറ്റ് ലവർ മിസ് ചെയ്തു, അതൊക്കെ പറയാനുള്ളൂ. അതന്നെ ശരിക്കും എനിക്ക് പറയാനുള്ളത്. ചോക്ലേറ്റ് ലവേഴ്സ് ഈ കുക്കി മിസ് ചെയ്യരുത്. നല്ല അടിപൊളി കുക്കിയാണ്. ചോക്ലേറ്റ് ലവർ അല്ലെങ്കിലും കൂടി ഈ കുക്കി മിസ് ചെയ്യരുത്. നല്ല രസമുണ്ട് ഈ കുക്കി. ഒന്ന് വാങ്ങി കഴിക്കാവുന്നതാണ് എന്തെന്നെ ആയാലും. അപ്പോൾ ഞങ്ങളത് യൂണിക്ലോ കയറി 2 കുക്കി വെച്ചിട്ട് ഞങ്ങൾ 2 പേരും അടിച്ചു വിട്ടു. വയറൊക്കെ നല്ലോണം നിറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ യൂണിക്ലോ ബ്രാൻഡ് നല്ല ഇഷ്ടമാണ്. എന്താ കാരണം വെച്ചാൽ ഇവരുടെ പ്രോഡക്ട്സ് നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. വേറെ സ്റ്റോർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറച്ച് ഹൈ റേഞ്ചാണെന്ന് നമുക്ക് തോന്നിയെങ്കിലും ചില പ്രോഡക്ട്സ് കണ്ട് നമുക്ക് തോന്നിയില്ലേ ഇതിന് ഇത്ര കൊടുക്കാം, അങ്ങനത്തെ പ്രോഡക്ട്സ് ആണ്. നല്ല അടിപൊളി പ്രോഡക്ട്സ് ആണ്.
പിന്നെ എനിക്ക് തോന്നുന്ന മലയാളികളുടെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണത്. കാരണം ഞാൻ എപ്പോൾ ഈ സ്റ്റോറിൽ വന്നാലും അവിടുന്ന് ഇവിടുന്ന് കുറേ മലയാളം കേൾക്കാം. യൂണിക്ലോ ഒരു ജാപ്പനീസ് സ്റ്റോർ ആയതുകൊണ്ട് എൻ്റെ ഒരു എക്സ്ട്രാ സ്നേഹം അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരു ജാപ്പനീസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. ജാപ്പനീസ് ആൾക്കാരെ വർക്ക് കൾച്ചർ, വർക്ക് എത്തിക്സ്, പെരുമാറ്റമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരെ നല്ല വിശ്വാസമാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് യൂണിക്ലോ ബ്രാൻഡിനോട് ഇത്ര ഒരു വിശ്വാസം. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ വർക്കിംഗ് സ്റ്റാഫിൻ്റെ പെരുമാറ്റവും അടിപൊളിയാണ്. നമ്മുടെ എനിക്ക് ഐശുവിനും തൊട്ട അടുത്തുള്ള ചേഞ്ചിങ് റൂം തന്നിരിക്കുകയാണല്ലേ ഐശു ലേഡി. ടു കൈൻഡ്. അതെ, അപ്പൊ ഐശു അപ്പുറത്തുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും വാങ്ങിച്ച് ഞാൻ ഒരു 5 ഉടുപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ ഒന്ന് ഇട്ടോക്കട്ടെ. ഐശു 4 പാൻസും 2 ടോപ്പ് കാണുള്ളൂ അല്ലേ? നിങ്ങൾക്ക് പണ്ട് എൻ്റെ ഐശുവിൻ്റെ ഷോപ്പിംഗ് വ്ളോഗ് കോമ്പിനേഷൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇഷ്ടമാണെങ്കിൽ അറിയിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോഴാണ് വീണ്ടും ഇങ്ങനത്തെ വ്ളോഗ്സ് ആയിട്ട് വരാൻ തോന്നുക. എന്തായാലും യൂണിക്ലോയിൽ 164 യൂറോ പൊട്ടിച്ചു. എന്നിട്ട് ഞാൻ ഇപ്പോൾ നടന്നു പോകുന്നത് ന്യൂയോർക്കറിലേക്കാണ്. കാരണം ഐഷു കുറച്ച് മുന്നേ ഈ ന്യൂയോർക്കറിലേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. കാരണം യൂണിക്ലോന്ന് ഇറങ്ങാൻ ഏകദേശം 6 മണിയായി, ന്യൂയോർക്കർ 7 മണി വരെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഐഷുവിനോട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോണ വഴിയാണ് കേട്ടോ. പോണ വഴിക്ക് ഇതേ നിങ്ങൾക്ക് ഞാൻ സിറ്റി സ്ക്വയർ കാണിച്ചു തരാണ്. ഇതാണ് ഡാം സ്ക്വയർ, ദ മോസ്റ്റ് ഹാപ്പനിങ് പാർട്ട് ഓഫ് ആംസ്റ്റർഡാം. ഈ കാണുന്ന സ്ട്രീറ്റാണ് നമ്മുടെ ഷോപ്പിംഗ് സ്ട്രീറ്റ്, കാൽഫസ്ട്രാത്ത്. നിങ്ങൾ ആംസ്റ്റർഡാം വരികയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ്. അപ്പോൾ അതെ, ഞാൻ ന്യൂയോർക്കറിലെത്തി. ഞാൻ എത്തിയപ്പോഴത്തേക്കും ഏകദേശം സ്റ്റോർ ക്ലോസ് ചെയ്യുന്ന സമയമായിരുന്നു. ഐഷു എല്ലാം വാങ്ങി സെലക്ട് ചെയ്ത് ബില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2 കടയിലും അത്യാവശ്യം നല്ല പൊട്ടിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 7 മണിയായതുകൊണ്ട് മിക്ക കടകളും അടച്ചു. പക്ഷേ ഇത് ഒരു കടയും കൂടി നമുക്ക് പോകാണ്ട്. ആ കട 9 മണി വരെ ഉണ്ട്. TK Maxx എന്നാണ് പേര്. ബ്രാൻഡഡ് ഐറ്റംസ് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കിട്ടുന്ന ഒരു കടയാണ്. പൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ വില. വലിയ വില ഇല്ലല്ലോ, 20 യൂറോ ഉള്ളൂ. ആ 20 രൂപയുള്ളൂ. അത് കുറച്ച് ചളിയാവാൻ ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് ചെറുതാ, അത് വലുതാ. ആ വേണ്ട. ഐഷുവിന് നിങ്ങൾക്കറിയാലോ, ഐഷുവിന് ടോട്ട് ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് പല ഡിഫറെൻറ്റ് ഐറ്റംസ് ട്രൈ ചെയ്തുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. എനിക്ക് ടോട്ട് ബാഗ്സും ഇഷ്ടമാണ്, അങ്ങനത്തെ കുഞ്ഞി ബാഗ്സും ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടുന്ന സ്റ്റോറാണ്. ഇത് ഏകദേശം 1000 യൂറോൻ്റെ ബാഗാണ്. നമുക്കിത് 600 യൂറോനാണ് ഇവരിവിടെ സെല് ചെയ്യണത്. പിന്നെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഒരുപാട് സമ്മർ എലമെൻറ്റുള്ള ബാഗ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഏത് ബാഗ് കണ്ടാലും തോന്നും ഇതാണ് അടിപൊളി, അതാണ് അടിപൊളി. എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം വാങ്ങാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ അകത്ത് വല്ല ഫാഷൻ ഷോ ഉണ്ടോ? നിങ്ങൾ കുറേ നേരം ബാഗ് പിടിച്ചിരിക്കണം. 269 യൂറോ. ദിവ്യച്ചി ഈ ബാഗാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ, എനിക്ക് വേണ്ടത് ഇഷ്ടമായിട്ടില്ല, വേണ്ട. ഐഷു, വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് മുത്തിന്. പ്രത്യേക കഴിവാണത്. ഒരേപോലത്തെ ബാഗിൽ വ്യത്യാസങ്ങൾ. ഒരു 5ാമത്തെ ബാഗാണ് അവളെടുത്ത് ട്രൈ ചെയ്ത് നോക്കുന്നത്. 7 മണിക്ക് കട അടയ്ക്കുന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഈ കട 9 മണിക്കുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള കടകളും 7 മണിക്ക് അടച്ചുകൊണ്ട് ഈ കടയിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ? ടോട്ട് ബാഗ്സിൻ്റെ ചാകരയായിട്ട് ഐശ്വര്യ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഏത് ബാഗാണ് എടുക്കേണ്ടത്. ഈ നീല ബാഗ് കുറേ നേരം പിടിച്ചെടുന്നെങ്കിലും ആ വെള്ള ബാഗും പിടിച്ചെടുത്തെങ്കിലും ഇതൊന്നല്ല അവളെടുത്തത്. പിന്നെ ഈ കടയിൽ ബാഗ്സ് മാത്രമല്ല കേട്ടോ, ഗോൾഡ്, സിൽവർ, ആക്സസറീസ് എല്ലാ സാധനങ്ങളും കിട്ടും. ഐഷു വാങ്ങിയത് ആ ഗ്രേ ആൻഡ് ഓറഞ്ച് ബാഗ്. അതല്ലാതെയും വേറെ കുറേ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഹോൾ വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഏകദേശം ഒരു 500 രൂപ പൊട്ടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പൊട്ടിച്ചില്ല, എൻ്റെ പേയ്മെന്റ് ഫുള്ള് എൻ്റെ കാർഡ് വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ കാർഡേ എക്സ്പയർഡ് ആയിട്ട് പുതിയ കാർഡ് അയച്ചിട്ടുണ്ട്, അത് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഫുൾ ചിലവെടുത്തത് ദിബാജി മമ്മിയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി. ഇനി ഞങ്ങൾ ഈ ബാണ്ട് കട്ട്സ് എല്ലാം ഏറ്റിട്ട് എല്ലാം ഒന്ന് ഒരു ബാഗിലേക്ക് ആക്കണം. അതെ. എന്നിട്ട് ഞങ്ങൾ പോണത് നേരെ ഗീതുവിൻ്റെ അടുത്ത് രംഗണ്ണൻ ഓഫർ ചെയ്തിട്ടുള്ളത് മട്ടൻ ബിരിയാണിയാണ്. രംഗണ്ണൻ നമ്മൾ പ്രദുവിനെയാണ് വിളിക്കുന്നത്. പ്രദുവിന് ഇഷ്ടമാണ് രംഗണ്ണൻ വിളിക്കുന്നത്. ഈ കാണുന്ന ആളുടെ വേഷം കൊള്ളാല്ലേ, ഇഷ്ടമായി. ഐശ്വര്യ വലിയ ഇഷ്ടമായില്ല എന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫേമസ് ആയ റോക്കിംഗ് സ്റ്റേഷനിൽ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാലമായില്ലേ ഐഷു ഷോപ്പിംഗ് വ്ളോഗ്? ഞങ്ങൾക്ക് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഈ വ്ളോഗ് ചെയ്യാനും പിടിക്കാനും. അയ്യേ ചളി വേസ്റ്റ് ചളി. റോക്കിൽ നിന്ന് നമ്മളൊരു മെട്രോ ഒക്കെ പിടിച്ചു. എന്നിട്ട് നേരെ ആംസ്റ്റർഡാം സൗത്ത് സ്റ്റേഷനിൽ പോയി ഇറങ്ങി. നമ്മൾ ആംസ്റ്റർഡാം സൗത്ത് എത്തി. ഇനി നമ്മൾ ട്രാം എടുക്കണം. എന്നിട്ട് ഗീതു പ്രദുവിൻ്റെ വീട്ടിലെത്തി. കുറച്ച് നടക്കണ്ടല്ലേ? അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുള്ള് ചില്ലാണ്. ഞങ്ങൾ പിന്നെ പണിയൊന്നും എടുക്കൂല, നല്ല പണി എടുത്തിട്ടാണ് വരുന്നത്. അതെ, അധ്വാനം നീ നിർത്തിക്കണമെന്നത്തേക്ക്. അങ്ങനെ ആംസ്റ്റർഡാം സൗത്തിൽ നിന്ന് ട്രാം എടുത്തിട്ട് നമ്മൾ പോയി ഇറങ്ങിയത് ഏത് സ്റ്റോപ്പിലാന്ന് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. ഏതോ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. അങ്ങനെ ഫൈനലി ഈ സമ്മറായി കഴിഞ്ഞാലേ നമ്മൾ ഏറ്റവും കൂടുതൽ റോഡിൽ ശ്രദ്ധിക്കേണ്ടത് സ്കൂട്ടറാണ്. ഇവിടെ നിന്നൊക്കെ വല്ല
റോക്കറ്റ് വരുന്ന പോലെ വരിക. അപ്പോൾ നമ്മളിപ്പോൾ അതെ ഇവിടെ ഇറങ്ങിയിട്ട് ഇതേ അവിടെ ഇരുന്നു ട്രാം സ്റ്റോപ്പ്. ഞങ്ങൾ ഇറങ്ങി അവിടെ ഇരുന്ന് ഒരു ഏകദേശം 2 മണിക്കൂർ കത്തി വെച്ചു. സിനിമയുടെ കഥ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ പോവാണ്. വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ സംസാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ നമ്മൾ നടന്ന് സംസാരിക്കേണ്ടി ഇരുന്ന് സംസാരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ 1.5 മണിക്കൂർ നമ്മൾ അവിടെ കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വിളി വരച്ചിട്ടേ അവർക്ക് ടെൻഷനാവും. ഇത് ഇത്ര ഷോപ്പിംഗ് ഉണ്ടോ അവർക്കുള്ളത്. നമ്മൾ വിചാരിച്ചു ബാക്കി വീട്ടിൽ വരുന്ന വർത്താനം പറയാം. അതെ, അവരും കൂടി കൂട്ടിയിട്ട് അപ്പൊ വീട്ടിൽ പോട്ടെ, അവിടുന്ന് കാണാൻ ബാക്കി. ഐശ്വര്യ നമ്മൾ ഷോപ്പിംഗ് കൊണ്ടുവരുന്നത് ഈ പാട്ട് കേട്ട് നമ്മൾ ടോർച്ചർ അടിക്കേണ്ടി വരും. ഞാൻ ശബ്ദം അടഞ്ഞപ്പോഴെങ്കിലും പാട്ട് നന്നായി. ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു എന്റെ ശബ്ദം നന്നായി. അപ്പൊ എന്റെ പാട്ട് വളരെ മോശമാണ്. അപ്പൊ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ശബ്ദം നന്നായി വന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാട്ട് റെക്കോർഡ് ചെയ്ത് രോഹിത്തിനയച്ചു. അവന് ചെയ്യാവുന്ന പറ്റിയ ഏറ്റവും വലിയ ദ്രോഹം. രോഹിത്തിന്റെ എന്റെ വോയിസ് നോട്ട് ഓപ്പൺ ചെയ്യാറില്ല. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഐഷു എന്നെ ഓർമ്മിച്ച് ദീപിച്ചിട്ട് പ്രാങ്ക് വീഡിയോൻ്റെ ബാക്കി എടുക്കണ്ടേ. അപ്പം ഞാൻ രാവിലെ ഒരു പ്രാങ്ക് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഐഷു വിഷ്ണു ആയിരുന്നു എൻ്റെ രാവിലത്തെ ഇരകൾ. അതെന്തായാലും മെഗ ചീറ്റിപ്പോയ ഭാഗങ്ങൾ ഞാൻ വീഡിയോൻ്റെ എൻഡിൽ ഇടാം. അപ്പം ഐഷു പറഞ്ഞു ദീപചേച്ചി ഞാനും കൂടാം, ഈ പാർട്ടിയിലുള്ള ബാക്കി എല്ലാവരും കൂടി നമുക്ക് 2 പേർക്കും കൂടി പറ്റിക്കാം. അപ്പോൾ പ്രതു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. ഇത് കുറച്ചൊരു നല്ലതാണ് കേട്ടോ. ഇത് കളർ ചേഞ്ച് ഇല്ലാതെ നിനക്ക് ഏതാ ഒറിജിനലായി തോന്നണത്? ഇത് പെട്ടെന്ന് മനസ്സിലാവണം. ഇത് മനസ്സിലാവണ്ടല്ലേ കളറ് അടക്കി വേഗം ഭാഗത്ത് സനിയ ഇഷ്ടമായ മുത്തിന് ഏത് വിഗൊന്നല്ല ഞാൻ കട്ട് ചെയ്താണ്. വെട്ടി ഇത് വെട്ടിലാണ് ഞാൻ വിശ്വസിക്കില്ല. അവരുടെ കാണാം, ഐശ്വര്യ കൊള്ളാം. നല്ലത് നയിക്കാൻ വാങ്ങിക്കും പൈസ തൊട്ട് കാര്യം. അതെ നിന്റെ സമയത്ത് മാച്ച് ആവേണ്ടി സിൽക്കൂടിലാണ്. മുടി ട്രൈ ചെയ്യാം. ഐഷു പൊള്ളി ഐഡിയ മൊത്തം എന്തൊരു ബുദ്ധിയാണ്. നീ ഇവിടെ ഇരിക്കേണ്ടല്ല, നീ ജനിക്കേണ്ടവിടെ അല്ല. നിനക്ക് ശരിയാ. ഐശ്വര്യ കറക്റ്റ് അടിക്കും. മനസ്സിലാവില്ല. ഇത് കറക്റ്റ് അടിക്കും. അല്ലെങ്കിൽ തീരുന്നു. ഇത്രയും വാങ്ങിക്കാൻ പറ്റിയാണ്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്റെ 3 ജയിക്കുന്നു. ഒരു ചീറ്റിൽ വ്ളോഗായിട്ട് ഇറങ്ങിയിടാം. പലവട്ടം കാത്തു നിന്ന് ഞാൻ. ഇഷ്ടമാണ് നമ്മുടെ ഹെയർ. ഹെയർ കളറായിട്ട് മാച്ച് അല്ലാവാത്തൊരു വിഗ് ആയതുകൊണ്ടാണ് ആരും പറ്റിക്കപ്പെട്ടില്ല. എന്തായാലും എല്ലാവരും മാറി മാറി ആ വിഗൊക്കെ ഇട്ടിടന്ന് ഞങ്ങൾ കുറേ ചിരിച്ചു. ഈ വിഗിനെ കൊണ്ട് ആ ഒരു ഗുണമെങ്കിലും ഉണ്ടായല്ലോ. ഈ ബാങ്ക്സിലുള്ള ലുക്ക് ചിലപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ മുടി വിചാരിക്കുമ്പോൾ നീളം വയ്ക്കാത്തതുകൊണ്ട് മുറിക്കാൻ ഒരു പേടി. എന്തായാലും ഞാൻ മുറിക്കുന്നില്ല. പിന്നെ ഈ ലുക്ക് പൊതുവെ എനിക്ക് ചേരില്ല എന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ദിബിൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ചേരുമോ? എന്തായാലും മുടിയുടെ ലോകത്ത് നിന്ന് നമുക്ക് പുറത്ത് വരാം. എന്നിട്ട് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ലോകത്തേക്ക് പോവാം. ശിവന് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. നെയ്ത്തിന് അത് പഠിച്ചെടുക്കാനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ശിവ നെയ്ത്തിന് അത് പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ ഛോട്ടാസ് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നു. ബട ബച്ചാത്ത് ഇവിടെ ഇരുന്നിട്ട് ഗീത് ഉണ്ടാക്കിയ അടിപൊളി മട്ടൻ ബിരിയാണി ടേസ്റ്റിയാണ്. ഇതാണ് എൻ്റെ ബിരിയാണി. കഴിച്ചോളൂ. ഞാൻ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് ഗീത എനിക്ക് ചെമ്മീൻ ഉണ്ടാക്കിയതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെമ്മീൻ കാണാനില്ല ഇതിലെവിടെ. ഞാൻ വരേണ്ട പോലെ ചിക്കനും കഴിഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ചോറ് മാത്രം വാരി തിന്നുന്നു. ഗീതുകൾ അവള് എന്നോട് പറഞ്ഞത് അവള് നേരത്തെ എത്തി എന്നെ സഹായിക്കുന്നാണ്. അവള് വന്നില്ല. ആവശ്യമില്ലാത്ത മുടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. മറന്നുപോയി. ഒരുപാട് ഗ്രേവി കുറച്ച് കൊടുക്കും. ഞാൻ കുറെ ഉണ്ടാക്കുള്ളൂ. എനിക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഉണ്ടാക്കണം. എനിക്ക് നോൺ വെജ് ഉണ്ടാക്കാനറിയില്ല. അതിലൊരു സാധനമാണ് മട്ടൻ ബിരിയാണി. പക്ഷെ ഞാൻ മറ്റേ കൃത്യമാണ് 1 കിലോ മട്ടന് മറ്റേ ഉണ്ടാക്കാൻ എനിക്കറിയുള്ളൂ. പക്ഷെ ഗീതൊരു മറ്റേ ഇതുണ്ട്, ഫുൾ ടൈം വെച്ച് ടൈമർ വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ.
ഗീതുവിൻ്റെ അടിപൊളി മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞു കറണ്ട് അഫെയർസ്. ഐഷുവിൻ്റെ വക ഒരു പ്രത്യേകതരം മാജിക് ഷോ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികളെ പറ്റിക്കാനുള്ള ഓരോ നമ്പറുകളെ. എന്തായാലും നല്ല രസമുള്ളൊരു ഈവനിങ് ആയിരുന്നു. നമ്മളെല്ലാവരും കൂടിയും കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഗീതുവിൻ്റെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. എന്നിട്ട് ഇതേ വീട്ടിൽ പോവാണ് നമ്മൾ. അപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിൽ പോയി. നിങ്ങൾ എന്തായാലും രാവിലത്തെ എൻ്റെ ചീറ്റിപ്പോയ പറ്റിക്കൽ സീൻസ് കണ്ടിട്ട് വരും. ഞാൻ നേരെ നടന്നു പോണത് വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. വിഷ്ണു ആണ് നിന്നെ ഹൂഫ് ടോപ്പ് സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ വന്നത്. ഹലോ ബോയ്, എങ്ങനെയുണ്ട് ഹെയർ കട്ട്? അല്ല അല്ല, സത്യമായിട്ടും വിഗ് അല്ലടാ, കുറച്ച് കാശ് കൊടുത്ത് സാധനം മേടിച്ചാൽ കുറച്ചുകൂടെ രസമുണ്ടാവും. ദിബിനൊക്കെ ഭയങ്കര പിടിക്കപ്പെടൂല്ലേ. ഇത് എന്റെ ഉണ്ടായിരുന്നുണ്ട് രാവിലേക്ക് ഐശുവിന്റെ പ്രചോദനത്തിൽ നിന്ന് കിട്ടിയ ഐഡിയ. അല്ല ഞാൻ ഉണ്ടല്ല ദിബിനോട് രാവിലെ പറഞ്ഞു വെറുതെ എന്റെ മുടിയൊക്കെ ഒന്ന് സ്പ്ലിറ്റ് എൻസ് എന്തെങ്കിലും കട്ട് ചെയ്യാൻ പോണോന്നൊക്കെ. ദിബിനോട് വൈകുന്നേരം പറ്റിക്കാൻ പോണു. ദിബിന്റെ കുറച്ച് മൂളുള്ള ദൂരെയൊക്കെ നോക്കി ചിലപ്പോ കിട്ടും. വിഷ്ണുവിന്റെ ഇത് പരാജയമായ സ്ഥിതിക്ക് ഐശ്വര്യ പരാജയം ഉറപ്പാണ്. പക്ഷെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ബെല്ലടിപ്പിക്കണോ? ഏതാ ബെല്ലടിപ്പിക്കണോ? ഇഷ്ടമായ ഹെയർ കട്ട് കൊണ്ട് ഞാൻ രാവിലെ സത്യമാണ്. നീ അയ്യേന്ന് ഒന്നല്ല അല്ല നല്ല ഭംഗിയില്ലേ? ചീറ്റി പോയാലും എന്താ ഒരു രസം. എന്തായാലും അവിടെ പോയിട്ട് ഞാൻ നന്നായി കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല സൂപ്പറായി ഹാപ്പി ആയിട്ട് ഞാനും ഐഷും ഷോപ്പിങ്ങിന് പോയി. ആ വ്ളോഗാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സ്റ്റേ ഹെൽതി, സ്റ്റേ സേഫ്. ചാവ് ചാവ്.